എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് നൽകിയതിനെതിരായ ആശാ ലോറൻസിന്റെ അപ്പീൽ ഇടപെടലുമായി ഹൈക്കോടതി. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ആവശ്യമെങ്കിൽ മധ്യസ്ഥനെ നിയോഗിക്കാൻ നിർദ്ദേശം നൽകി. മധ്യസ്ഥൻ ആരെന്ന് തിങ്കളാഴ്ച കോടതിയെ അറിയിക്കണം. പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് ഹർജിക്കാരിയോട് കോടതി. രാഗിൻ ചെയ്തുകൊണ്ട് രാഗിൻ എത്രത്തോളം ഗൗരവത്തോടുകൂടി കാണുന്നുണ്ട്? അതിലൊരു സമവായ സാധ്യതയ്ക്കുള്ള നിർദ്ദേശം എങ്ങനെയാണ് നൽകുന്നത്? പ്രജീഷ്, എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് നൽകിയതിനെതിരെ മക്കളായിട്ടുള്ള ആശാ ലോറൻസ് ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുള്ള പെറ്റീഷനാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഇതിൽ ഈ മക്കൾക്കിടയിലെ ചില തർക്കങ്ങളുണ്ട്, പ്രത്യേകിച്ചും സഹോദരൻ സജീവനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള തർക്കം. ഈ തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ആവശ്യമെങ്കിൽ മധ്യസ്ഥനെ നിയോഗിക്കാം എന്നതാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അപ്പം മധ്യസ്ഥൻ ആരാണെന്ന് ഹർജിക്കാർ തിങ്കളാഴ്ച കോടതിയെ അറിയിക്കണമെന്നും വ്യക്തമാക്കി. ഇതോടൊപ്പം തന്നെ കോടതി ചില നിരീക്ഷണങ്ങളും അല്ലെങ്കിൽ ചില വിമർശനങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നടത്തി. പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് ഹർജിക്കാരോട് ആവശ്യപ്പെട്ടു. മരിച്ചയാളോട് കുറച്ചെങ്കിലും ബഹുമാനം കാണിക്കണമെന്നും വാദത്തിനിടെ കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കേസ് ഇത്ര നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കാര്യവും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. നേരത്തെ ഈ മകൻ ML സജീവനോട് ലോറൻസ് പറഞ്ഞതായുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകാനായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നത്. അതിനെതിരെയാണ് ഈ ആശാ ലോറൻസ് ഉൾപ്പെടെ ഹൈക്കോടതിയിൽ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കോടതിയുടെ സമയം അധികം ഈ വിഷയത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല, അധികം സമയം നൽകാൻ കഴിയില്ല ഇക്കാര്യത്തിൽ, ഈ മക്കൾക്കിടയിലെ തർക്കത്തിൽ എന്ന കാര്യവും കൂടി കോടതി ഇതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ച കോടതി ഈ കേസിൽ വീണ്ടും വാദം കേൾക്കും. ശരി, സ്നേഹനാണ് വിവരങ്ങൾ നൽകിയത്.